രാവിലെ ഇറങ്ങിപ്പോയാ രാത്രി തിരിച്ചു വരുന്നവരെ എനിക്ക് ആദിയാ. അത് ശരി. അപ്പോ ഞങ്ങളൊന്നും താമസിക്കുന്നത് ഈ വീട്ടിലല്ലെന്നാണോ അമ്മ വിചാരിക്കുന്നത്? അമ്മേ, ഞങ്ങൾക്കും അറിയാം സച്ചേട്ടന്റെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയതിന് ഇത്രയൊക്കെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു വഴിക്ക് പോയതല്ലേ. മോനെ, നീ എവിടെങ്കിലും പോകുന്നതല്ല പ്രശ്നം. വരാൻ താമസിക്കണമെന്ന് വിളിച്ചു പറയണ്ടേ? നേരം വൈകിട്ടും ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സമാധാനം ഉണ്ടാവുമോ? അതാണോ കാര്യം? ഫോൺ സൈലന്റ് ആയതാ. അമ്മ വിളിച്ചത് ഞാൻ കേട്ടില്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഫോൺ സൈലന്റ് ആയി പോലും. എടാ, വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇപ്പൊ ഇറങ്ങും മോനെ. അതൊക്കെ ഉടനെ ഇറങ്ങും മോനെ. എടാ, വാടക കൊടുക്കുന്ന കാര്യം എന്തായി? എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ? വാടക കുടിശ്ശിക മുഴുവൻ കൊടുക്കാനില്ല. എങ്കിലും ഇത് കൊടുത്താ പിള്ളച്ചേട്ടൻ കുറച്ച് സമാധാനപ്പെടും. വണ്ടിയുടെ കാര്യം എന്തായി സച്ചേട്ടാ? അതിനി വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കണം. ആ കേസ് ഒന്ന് ജയിച്ചു കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ. അതിനിടയിൽ ഒരുത്തം കയറി കോടാലി പോലെ നിൽക്കിയല്ലേ. സന്ദീപിന്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പേടിയുണ്ട്. ആ അവന്തികയുടെ വരുതിയിലാണല്ലോ അവനിപ്പോ. കോടതിയിൽ അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊക്കെ വക്കീൽ നോക്കിക്കോളും. ഏട്ടാ, ഞാൻ കുറച്ചു ദിവസമായിട്ട് ഏട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്ത് കാര്യം? എവിടെയെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചാലോ എന്നാ എന്റെ ഒരു ആലോചന. എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം കിട്ടിയാ അത് ഏട്ടനൊരു സഹായം ആവില്ലേ? എന്താ ഏട്ടാ? ഏയ്, ഞാൻ ഓർക്കുമായിരുന്നു. എത്ര പേർക്ക് ജോലി കൊടുത്ത വീടായിരുന്നു നമ്മുടേത്. എത്ര കുടുംബങ്ങളാ സന്തോഷത്തോടെ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്ത് ജീവിച്ചേ. പക്ഷേ ഇപ്പൊ നമ്മുടെ വീടിന്റെ കഷ്ടപ്പാട് തീർക്കാൻ നീ ജോലിക്ക് പോകുന്ന കാര്യം ഏട്ടൻ ആലോചിക്കാനേ വയ്യ മോളെ. പഴയ കാലത്തെ വലിപ്പം പറഞ്ഞിരുന്ന നമ്മുടെ കഷ്ടപ്പാട് മാറില്ലല്ലോ ഏട്ടാ. കോടതി വിധി വരുന്നതുവരെ ഞാൻ എന്തെങ്കിലും ജോലി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അമ്മ എന്തിനാ സച്ചിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞേ? പാവ സച്ചിങ്ങള് എന്ത് തെറ്റാ ചെയ്തേ? അത് അമ്മയും അങ്കിളും ഇത്രയ്ക്ക് ചീത്തയാണോ? അയ്യോ ചിപ്പിമോളെ, അത് ഞങ്ങളൊരു കഥ പറഞ്ഞതാ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ, അല്ലേ മാഡം? അതെ അതെ. അമ്മ കള്ളം പറയാ. ഞാൻ ഇത് സച്ചിങ്ങളോട് പറയും. അയ്യോ മോളമ്മയെ തെറ്റിദ്ധരിച്ചതാ. അമ്മയും അങ്കിളും കൂടി ഒരു കഥ പറഞ്ഞതല്ലേ. വാ, അമ്മ മോളെ കിടത്തി ഓർക്കാം. ഇല്ല, അമ്മ കള്ളം പറയാ. എനിക്ക് പേടിയാവുക. സച്ചിങ്ങൾ എന്തെങ്കിലും പറ്റിയാ ഞാൻ ആരടുത്തും മിണ്ടില്ല. മതിയമ്മേ. മോളുടെ അമ്മ കൂടെയില്ലേ? പേടിക്കാതെ കിടന്ന് ഉറങ്ങിക്കോ. കിടക്ക. അമ്മയ്ക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചിപ്പിമോളുടെ ഉള്ളിൽ സച്ചിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്ത് നൽകിയാണാവോ അവൻ എന്റെ മോളെ മയക്കിയെടുത്തത്. അവന്റെ കാര്യം പറയുന്നത് കേട്ടപ്പോ തന്നെ അവക്ക് സങ്കടമായി.
ഇനി ഈ വീട്ടിൽ സച്ചിയുടെ പേര് പറയുന്നത് പോലും സൂക്ഷിച്ചു വേണം. ചിപ്പിമോൾ എന്തേലും കേട്ടാൽ അത് അപ്പ തന്നെ സച്ചി അറിയിക്കും. അവനെ തീർക്കാതെ എന്റെ മോക്ക് പോലും സമാധാനം കിട്ടില്ല. ഇപ്പോ അവൾ എന്റെ കയ്യിലെ കളിപ്പാവയാ. അപ്പൊ പിന്നെ മാഡത്തിന് അവളെ തീർക്കാൻ എളുപ്പമാണല്ലോ. അതിന് തന്നെയാണല്ലോ ഞാൻ അവളെ സ്നേഹിച്ച് ആ വീടിനകത്ത് വരെ കയറിയത്. സച്ചിയും അർച്ചനയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടരുത്. കണ്ടുമുട്ടാൻ അവൻ ഉണ്ടാവരുത്. അർച്ചന, നീ എത്ര മാറിയാലും നിന്റെ സച്ചേട്ടന് ഒരു മാറ്റമില്ലാതെ ഇവിടെ തന്നെയുണ്ട്. നിന്നെയും കാത്ത് ഈശ്വരനായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ നമ്മളെ. നമ്മൾ പിരിയില്ല അർച്ചനെ. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്.